നമസ്കാരം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന് സമീപം ചൈന വൻ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിപ്പോരുന്നത്. ഇതുതന്നെ 2017 ശേഷം ഇതിൻ്റെ ആക്കം അവർ കൂട്ടുകയാണ് ചെയ്തത്. ഇതിൽ പ്രധാനം ഉള്ള എയർ സ്ട്രിപ്പുകളും എയർബേസുകളും നവീകരിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയവ നിർമ്മിക്കാൻ തുടങ്ങി. കൂടുതൽ സ്ഥലങ്ങളിലായി സൈനിക പോസ്റ്റുകളുടെ നിർമ്മാണം, ഇങ്ങനെ നിയോഗിക്കുന്ന സൈനികരെ സുരക്ഷിതമായി താമസിപ്പിക്കുന്നതിനായി മോഡുലാർ ഷെൽട്ടറുകളും ആയുധങ്ങൾ സുരക്ഷിതമായി സംഭരിക്കാനായി റീഇൻഫോഴ്സ്ഡ് ബങ്കറുകളും പണികഴിപ്പിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അടിക്കടി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ അവർ കൂടുതൽ സജ്ജരായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഒരു എൻഡ് റിസൾട്ടായിരുന്നു 2020 ഗാൽവൻ വാലിയിലുണ്ടായ നുഴഞ്ഞുകയറ്റം. ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വെൽ പ്ലാൻഡ് മൂവ് ആയിരുന്നു അത് എന്ന് തന്നെ പറയണം. എന്നാൽ മറിച്ച് ഇന്ത്യ ആ മേഖലയിൽ കാര്യമായ മുന്നൊരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ലായിരുന്നു എന്നതാണ് വസ്തുത. ഇന്ത്യ അതുവരെയും ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. എന്നാൽ ഗാൽവൻ വാലി സംഘർഷങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ അങ്ങനെയല്ല. ഇന്ത്യ ഉണർന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഉറങ്ങിക്കിടന്ന സിംഹത്തെ ചൈന ഉണർത്തുകയായിരുന്നു. ഇന്ന് ചൈനയ്ക്കൊപ്പം കിടപിടിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അതിർത്തിയിൽ നമ്മളും നടത്തുന്നത്. 3440 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന് സമീപം ഇന്ത്യ പുതിയതായി നിർമ്മിച്ചതും നവീകരിച്ചതുമായ 25ഓളം എയർ സ്ട്രിപ്പുകളും എയർ ബേസുകളുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൽ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു എയർ ബേസിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഗാൽവാൻ വാലി സംഘർഷങ്ങൾക്കുള്ള ആദ്യ പ്രതികരണം എന്ന രീതിയിൽ ഇന്ത്യ ചെയ്തത് ചൈനീസ് കമ്പനികളെ വ്യാപകമായി വിലക്കുകയായിരുന്നു. ഇതിൽ തന്നെ ഇന്ത്യയിൽ റോഡിന്റെയും റെയിലിന്റെയും ഒക്കെ നിർമ്മാണത്തിനായി അനേകം ചൈനീസ് കമ്പനികൾ കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അവയെല്ലാം തന്നെ അടിയന്തരമായി റദ്ദ് ചെയ്തുകൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ പ്രതികരിച്ചത്. പ്രതിരോധ മേഖലയിൽ നിന്നും ചൈനീസ് കമ്പനികളെ ഒഴിവാക്കാൻ തുടങ്ങി, ഒപ്പം തന്നെ ചൈനീസ് ആപ്പുകളെയും. പക്ഷേ ഈ നടപടികളൊന്നും തന്നെ ഒരു ചൈനീസ് ആക്രമണത്തെ പ്രതിരോധിക്കാൻ പ്രാപ്തമായിരുന്നില്ല എന്നറിയാമായിരുന്ന കേന്ദ്ര സർക്കാർ അടിയന്തരമായി ആയുധ ഇറക്കുമതികൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പ്രധാനമായും 12 സുഖോയ് 30 MKI വിമാനങ്ങളും 21 MiG-29 വിമാനങ്ങളും റഷ്യയിൽ നിന്ന് ഉടനടി തന്നെ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു. ഒപ്പം തന്നെ 70,000ഓളം SIG 716 റൈഫിളുകൾക്കും ഓർഡർ കൊടുത്തു. ഇന്ത്യയുടെ കൈവശമിരിക്കുന്ന പ്രധാന ബാറ്റിൽ ടാങ്കായ അർജുൻ ടാങ്കുകൾ ലഡാക്ക് പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഉപയോഗിക്കാൻ അത്ര കണ്ട് പര്യാപ്തമല്ല എന്ന് മനസ്സിലാക്കിയ സൈന്യം ലൈറ്റ് വെയ്റ്റ് ബാറ്റിൽ ടാങ്കുകൾ നിർമ്മിക്കുന്നതിനുള്ള ശുപാർശ സർക്കാരിന് കൈമാറി. ആദ്യം ഇവ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനാണ് തീരുമാനിച്ചത്. എന്നാൽ പിന്നീട് ഇവ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള ധാരണയിൽ എത്തിച്ചേർന്നു. അങ്ങനെയാണ് നമ്മുടെ സൊരാവർ ടാങ്കുകൾ പിറവിയെടുത്തത്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ഇതും പോരാഞ്ഞ് ഗാൽവാൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ 3 മാസത്തെ ഇടവേളകളിലായി 10 മിസൈലുകളാണ് DRDO പരീക്ഷിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എയർ സ്ട്രിപ്പുകളുടെയും എയർ ബേസുകളുടെയും ഒക്കെ നിർമ്മാണവും നവീകരണവും ഒക്കെ നടന്നത്. ഈ അടുത്ത കാലത്ത് നവീകരിക്കപ്പെട്ട നിയോമ എയർബേസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർബേസാണ് ഇത്. ഇത് തന്നെയാണ് ഇതിൻ്റെ തന്ത്രപ്രാധാന്യവും. മുൻകാലങ്ങളിൽ ഇതൊരു എയർ സ്ട്രിപ്പായിരുന്നു. 214 കോടി രൂപ ചെലവഴിച്ചാണ് ഇതിനെ ഒരു എയർ ബേസായി കൺവെർട്ട് ചെയ്തത്. എയർ സ്ട്രിപ്പും എയർ ബേസും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ എയർ സ്ട്രിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ റൺവേ കാണും. അതോടൊപ്പം തന്നെ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യവും കാണും. എന്നാൽ എയർ ബേസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റൺവേയുടെ നീളം വർദ്ധിക്കും. അതോടൊപ്പം തന്നെ വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഹാങ്ങറുകൾ ഉണ്ടാകും, അറ്റകുറ്റപ്പണിക്കുള്ള സൗകര്യമുണ്ടാകും, ആയുധങ്ങൾ സംഭരിക്കാനുള്ള ഇടവും സൈനികർക്കുള്ള വിശ്രമത്താവളവും എല്ലാം ഉണ്ടാകും. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പും ബസ് സ്റ്റാൻഡും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ. നിയോമ എയർ സ്ട്രിപ്പിനെ ഒരു എയർബേസായി കൺവെർട്ട് ചെയ്യുക എന്നുള്ളത് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ഇതിന്റെ ആദ്യത്തെ കടമ്പ ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പെട്ട സ്ഥലത്താണ്. ചാങ്താങ് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നാണ് അത് അറിയപ്പെടുന്നത്. 2022 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ പെർമിഷൻ നേടിയെടുത്തുകൊണ്ടാണ് ആദ്യത്തെ കടമ്പ മറികടന്നത്. രണ്ടാമത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് കാലാവസ്ഥ തന്നെയായിരുന്നു. -10 മുതൽ -35 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ താപനില താരുമായിരുന്നു. ഇതിനെ അതിജീവിച്ച് വേണം ഇവിടെ നിൽക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും. നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരാനുള്ള റോഡ് ഇവിടെ ഇല്ലാത്തതിനാൽ എല്ലാം വിമാനമാർഗം എത്തിക്കേണ്ടതായി വന്നു. അങ്ങനെ ഇവിടെ വിമാനമാർഗം എത്തിച്ച സിമന്റിന്റെ കണക്ക് നോക്കിയാൽ തന്നെ 6 ലക്ഷത്തോളം ചാക്ക് വരുമെന്നാണ് പറയുന്നത്. ചൈനീസ് അതിർത്തിയായ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നിന്ന് വെറും 30 കിലോമീറ്ററിൽ താഴെയാണ് ഈ നിയോമ എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഇവിടെ ഒരു എയർബേസ് അത്യന്താപേക്ഷിതമായിരുന്നു.
ബോർഡർ റോഡ് ഓർഗനൈസേഷൻ BROയ്ക്കായിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിച്ചത് കേണൽ പോനങ് ഡോമിങ് എന്നൊരു വനിതയാണ്. ഇവരുടെ കീഴിൽ മറ്റ് 5 വനിതാ ഓഫീസർമാരും ഉണ്ടായിരുന്നു. തറക്കല്ലിട്ട് കേവലം 10 മാസങ്ങൾ കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. കേണൽ പോനങ് ഡോമിങ്ങിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് BRO ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റോഡ് 2 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതും. ലഡാക്കിലെ ഉമിങ്ലായിൽ സ്ഥിതി ചെയ്യുന്ന ഈ റോഡിന്റെ ഉയരം 19,024 അടിയാണ്. ഇന്ത്യ ചൈന അതിർത്തി തർക്കം ഇപ്പോഴും നിലനിൽക്കുന്ന ഡെംചോക് മേഖലയിലും BRO ഇപ്പോൾ ഒരു പുതിയ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഉയരം 19,400 അടിയാണ്. ഇത്തരത്തിലുള്ള പുതിയ റോഡുകൾ വരിക വഴി ഈ മേഖലയിൽ സൈനിക നീക്കം വളരെ എളുപ്പമാകും. അങ്ങനെ ഏതൊരു ചൈനീസ് അധിനിവേശവും ഉടനടി തന്നെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള അധിനിവേശങ്ങളെ പ്രതിരോധിക്കാൻ വൈകിയാൽ അവർ അവിടെ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സൈനിക നീക്കം വേഗത്തിലാക്കാനുള്ള റോഡുകൾ പണിയുന്നത്. ഇനിയൊരു ചൈനീസ് കടന്നുകയറ്റം ഉണ്ടായാൽ വലിയൊരു പങ്കായിരിക്കും ന്യോമ എയർബേസിന് വഹിക്കാനുണ്ടാവുക. ഇപ്പോൾ ഇതിന്റെ റൺവേയുടെ നീളം 2.7 കിലോമീറ്റർ ആണ്. അതായത് ഏതുതരം ഫൈറ്റർ വിമാനങ്ങൾക്കും കാരിയർ വിമാനങ്ങൾക്കുമൊക്കെ ഇവിടെ ഇറങ്ങാനും പറന്നുയരാനും കഴിയും. പോരാതെ ആണവായുധങ്ങൾ ഉൾപ്പെടെ സംഭരിക്കാൻ ഭൂഗർഭ ബങ്കറുകളും പണിതിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാധുനിക റഡാർ സംവിധാനങ്ങളുടെയും സാറ്റലൈറ്റുകളുടെയും ഒക്കെ സദാ സംരക്ഷണത്തിലാണ് ഈ പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് 13,700 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ന്യോമ എയർബേസ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള എയർബേസ്. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർ സ്ട്രിപ്പും ഇന്ത്യയിൽ തന്നെയാണ്. അതും ലഡാക്കിൽ തന്നെയാണ്. ദൗലത് ബെഗ് ഓൾഡിയിലുള്ള ഈ എയർ സ്ട്രിപ്പ് 16,614 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. -40°C വരെയൊക്കെ അവിടുത്തെ താപനില താഴാറുണ്ട്. ഈ പ്രതികൂല സാഹചര്യങ്ങളിലും രാജ്യത്തിന് സദാ കാവൽ നിൽക്കുന്ന ഇന്ത്യൻ സൈനികർക്ക് ഒരു ബ്രേവ് സല്യൂട്ട്. ജയ് ഹിന്ദ്.